അടിമകളായി പിടിക്കപ്പെടുന്ന സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ അനുവാദം നൽകുന്ന അള്ളാഹുവിൻ്റെ വെളിപാടുകൾ, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുസ്ലിം പണ്ഡിതന്മാർ ഉരുണ്ടുമറിയുന്ന രംഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സുന്നി മുസ്ലിയാർ ഇതിന് ന്യായീകരണമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഈ അടിമ സ്ത്രീകളെ ഉടമകൾക്ക് അഥവാ യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സ്ത്രീകളെ യോദ്ധാക്കളായ പുരുഷന്മാർക്ക് ലൈംഗികമായി ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തതിൻ്റെ രാഷ്ട്രീയപരവും മനഃശാസ്ത്രപരവും ഒക്കെ ആയിട്ടുള്ള കാരണം, അതിൻ്റെ യുക്തി മുസ്ലിയാർ വിശദീകരിക്കുന്നതാണ് ഇനി ഞാൻ എൻ്റെ ലേഖനത്തിൽ നിന്ന് വായിക്കുന്നത്. ഒരു അടിമ സ്ത്രീയെ ഉടമ വിവാഹം ചെയ്യൽ അനുവദനീയമല്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. വിവാഹം ചെയ്താൽ അത് സാധുവാകുന്നതുമല്ല. ഉടമസ്ഥാവകാശവും ഭർതൃത്വവും ഒരാളിൽ ഒരവസരത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. അതിൻ്റെ കാരണം ഫിഖ് കിതാബുകളിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ അടിമകളാക്കി വയ്ക്കാനും അവരെ ക്രയവിക്രയം ചെയ്യപ്പെടുന്ന സ്വത്തുക്കളായി കരുതുവാനും അവരിലുള്ള സ്ത്രീകളെക്കൊണ്ട് ഉടമകൾ യഥേഷ്ടം ഭാര്യമാരുടെ ഉപയോഗം നടത്തുവാനും ഇസ്ലാം അനുവാദം കൊടുത്തത് തികച്ചും ന്യായവും യുക്തിയുക്തവുമാണ്. എന്തുകൊണ്ടെന്നാൽ അത് സമാധാനത്തിൻ്റെ മതമാണ്. അത് യുദ്ധം അനുവദിച്ചത് യുദ്ധത്തിനു വേണ്ടിയല്ല, സമാധാന സംസ്ഥാപനത്തിനു വേണ്ടിയാണ്. യുദ്ധത്തിൽ ബന്ധനസ്ഥരാക്കപ്പെടുന്നവരെ മുസ്ലിങ്ങൾ അടിമകളാക്കി വെക്കുമെന്നും അവരെ ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ഒരു സ്വത്താക്കി തരം താഴ്ത്തുമെന്നും സ്ത്രീകളെ യഥേഷ്ടം ഉപയോഗിക്കുമെന്നും ശത്രുക്കൾ അറിഞ്ഞാൽ അവർ അന്യായമായും അക്രമമായും യുദ്ധത്തിന് തയ്യാറാവുകയില്ല. അത്തരം യുദ്ധങ്ങൾക്ക് മുസ്ലിങ്ങളും മുതിരുകയില്ല. അതിനാൽ ഈ നിയമം ലോകത്ത് ശാശ്വത സമാധാനം കൈവരുവാൻ ഏറ്റവും ഉപയുക്തമാണ്. ഈ യാഥാർത്ഥ്യം ഗ്രഹിക്കാതെ ചില ശത്രുക്കൾ ഇസ്ലാമിനെ ആക്ഷേപിച്ചു. അപ്പോൾ ചില അല്പജ്ഞന്മാർ ഈ നിയമത്തെ തന്നെ നിഷേധിച്ച് ഖുർആനിനെ വളച്ചൊടിച്ചു, ഹദീസുകളെ നിഷേധിക്കുകയും ചരിത്രം മാറ്റിമറിക്കുകയും ചെയ്തു. CN മൗലവി അവരെ അനുകരിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട് മുസ്ലിയാരുടെ ന്യായവും യുക്തിയും? ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു നിയമം ഉണ്ടാക്കുക. ഞങ്ങൾ യുദ്ധം നടത്തിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലുള്ള പട്ടാളക്കാരെ മാത്രമല്ല, അവിടുത്തെ നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഞങ്ങൾ അവരുടെ ഭർത്താക്കന്മാരെയും പിടിച്ചുകൊണ്ടുവന്ന് അവരെ മുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യും എന്ന് ഇന്ത്യയിൽ ഒരു നിയമം പാസ്സാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം പാകിസ്ഥാൻ പിന്നെ ഇന്ത്യയായിട്ട് യുദ്ധത്തിന് വരരുത്, ആ കോലത്തിൽ നമ്മൾ ഈ മാതിരി നിയമങ്ങളവിടെ ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? അതാണിപ്പോൾ മൊയ്ലിയാർ പറഞ്ഞു തരുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ ശത്രുക്കൾ യുദ്ധത്തിനും വരാതെ സമാധാനപരമായിട്ട് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിങ്ങോട്ട് കീഴടങ്ങണം, അതായിരുന്നു ഉദ്ദേശം. അല്ലാതെ മുഹമ്മദ് നബിക്കെതിരായിട്ട് ഒരു ഗോത്രക്കാരും യുദ്ധത്തിന് വന്നിട്ടില്ല. അതൊക്കെ പച്ചക്കള്ളമാണ്. മുഹമ്മദ് അങ്ങോട്ട് കയറി ആക്രമിക്കുമ്പോൾ മുഹമ്മദ് പക്ഷേ ഒരു കാര്യം ചെയ്തിരുന്നു, എല്ലാവർക്കും ഓരോ കത്ത് കൊടുത്തയച്ചിരുന്നു. ആദ്യം ഒരു ഭീഷണി കത്ത്, ഞങ്ങളാണ്ട് വരുന്നുണ്ട്, അതിന് മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചോളണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കും. അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് കൊടുത്തിട്ട് പിന്നെ നേരെ ചെന്നിട്ടുണ്ട് കയറി അങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നു. രാത്രിയിലൊക്കെ കിടന്നുറങ്ങുന്ന നേരത്ത് പോയിട്ട് ഗോത്രങ്ങൾ വളഞ്ഞിട്ട് അവിടെയുള്ള പെണ്ണുങ്ങളെയും കുട്ടികളെയും ആണുങ്ങളെയും മനുഷ്യന്മാരെയും എല്ലാം ഉണ്ട് പിടിച്ചുകൊണ്ടുവരിക, അവിടെയുള്ള സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കുക. എന്നിട്ട് ആ നാട് മുഴുവൻ പിടിച്ചെടുക്കിയിട്ട് പിടിച്ചെടുത്ത അടിമകളാക്കിയ മനുഷ്യന്മാർ ഒന്നുകിൽ കൊല്ലുക, അല്ലെങ്കിൽ അവരെ നാട് കടത്തുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്യുക. പെണ്ണുങ്ങളെ മുഴുവൻ ഓരി വെച്ചെടുത്തിട്ട് ഇതുപോലെ ബലാത്സംഗം ചെയ്യുക, കുട്ടികളെയൊക്കെ അടിമകളാക്കി കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യുക. ഇതായിരുന്നു പരിപാടി. ഈ നിയമമൊക്കെ ഇസ്ലാമിൽ ഉണ്ടാക്കാൻ കാരണം സമാധാനം ആഗ്രഹിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നതുകൊണ്ടാണ് എന്നാണ് മൊയ്ലിയാർ ന്യായം പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ ഇവരുടെയൊക്കെ ഒരു തൊലിക്കട്ടി എത്രയാണെന്നുള്ളത് ആലോചിച്ചു. ഒരു മതം മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ നിന്ന് മനുഷ്യൻ്റെ ചിന്താശേഷിയെ മാത്രമല്ല മനുഷ്യത്വത്തെ ഏറെ ഊറ്റിക്കളയുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ തെളിവാണ് ഇതുപോലെയുള്ള വഷളത്തരങ്ങളും ഇതുപോലെയുള്ള ന്യായീകരണങ്ങളും. മനുഷ്യനോട് ചെയ്തിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു സാമൂഹ്യ തിന്മയെയാണ് ഒരു മതം അംഗീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഈ നൂറ്റാണ്ടിലും കുത്തിയിരുന്നിട്ട് ഇതുപോലെ ഇവർ ന്യായീകരിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിൽ ഒരു ഗോത്രകാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു മനുഷ്യർ എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിനകത്ത് വലിയ പരാതിയൊന്നുമില്ല. അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ലോകത്തെല്ലായിടത്തും. പക്ഷേ ഇന്നും ഇതൊരു മതം, അള്ളാഹു എന്ന് പറയുന്ന ഒരു പടച്ചോൻ ഇതൊക്കെ അനുവദിച്ചുകൊണ്ട് ആയത്തിറക്കി എന്നതിൻ്റെ പേരിലാണ് ഇവരിതിനെ കുത്തിയിരുന്ന് ന്യായീകരിക്കുന്നത്. കാരണം ഇതൊക്കെ അള്ളാഹു ഇറക്കിയതാണെന്ന് വിശ്വസിക്കാൻ ഇവർ നിർബന്ധിതരാണ്.
ഇതൊക്കെ അള്ളാഹു ഇറക്കിയതാന്ന് മാത്രമല്ല, ഇതൊക്കെ ഭൂലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ്, പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു കിതാബിൽ, ഒരു ബടാ കിതാബിൽ അവിടെ തയ്യാറാക്കി റെഡിയാക്കി വെച്ചതാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ജിബ്രീൽ ഇങ്ങനെ കുറേശ്ശെ കൊണ്ടുവന്നു കൊടുത്തതാണെന്നാണ് പറയുന്നത്. ഇസ്ലാം ഇങ്ങനെയൊക്കെയാണ് പടർത്തിയത് എന്നുള്ളത് വളരെ ശരിയാണ്. ഇസ്ലാം മുഹമ്മദ് അറേബ്യയിൽ സ്ഥാപിച്ചതും അറേബ്യയിലുള്ള ഗോത്രങ്ങളെ മുഴുവൻ അവിടുന്ന് തല്ലി ഓടിച്ചതും അവരെ മുഴുവൻ കീഴടക്കിയതും അവരുടെ സ്വത്തുക്കളും അവരുടെ ഭൂമിയും പിടിച്ചടക്കിയതും അങ്ങനെ ഇസ്ലാം അറേബ്യ മുഴുവൻ ഒരു വലിയ സാമ്രാജ്യമായി വികസിപ്പിച്ചതും ഈ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഏറ്റവും ഹീനമായ ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങോട്ട് കയറി ആക്രമിക്കുക, ഇങ്ങോട്ടൊരു ചെറുത്തുനിൽപ്പ് പോലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഭീകരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. അതുകൊണ്ടാണ് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോഴേക്ക് 1 മാസത്തെ വഴിദൂരം ചുറ്റളവിലുള്ള മുഴുവൻ മനുഷ്യരും പേടിച്ച് വിറക്കുകയായിരുന്നു എന്നും അത് അള്ളാഹു തനിക്ക് ഉണ്ടാക്കി തന്ന ഒരു അനുഗ്രഹമാണെന്നും കൊള്ള മുതൽ എനിക്കല്ലാതെ വേറൊരു പ്രവാചകന്മാർക്കും അള്ളാഹു ഹലാലാക്കി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് തൻ്റെ ശ്രേഷ്ഠത വിളമ്പുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ആ ഹദീസൊക്കെ ഉദ്ധരിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് ഭീകരനായിരുന്നു മുഹമ്മദ് എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രമാണ് നമ്മളോട് പറയുന്നത്. ഹദീസുകളിലാണ് എഴുതി വച്ചിരിക്കുന്നത്. മുഹമ്മദ് സ്വയം ഞാൻ ഭീകരനാണ് എന്നും എൻ്റെ അള്ളാഹു എന്നെ ഭീകരനാക്കി എന്നും പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആ ഭീകരതയുടെ രൂപമായിരുന്നു ഇത്. സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചു വെട്ടി അവരെ ബലാത്സംഗം ചെയ്യുകയും അവരെ അടിമകളാക്കി കച്ചവടം ചെയ്യുകയും വീതിച്ചെടുക്കുകയും ചെയ്തിരുന്ന അങ്ങേയറ്റം നികൃഷ്ടമായ സമ്പ്രദായങ്ങൾ വരെ ഒരു ദൈവത്തിൻ്റെ പേരിൽ അവതരിപ്പിച്ചുകൊണ്ട് അത് പരസ്യപ്പെടുത്തിക്കൊണ്ടാണ് മുഹമ്മദ് അറേബ്യ കീഴടക്കിയത്. ഇസ്ലാം അങ്ങനെയാണ് ലോകത്ത് വ്യാപിച്ചത്. ഇന്നും ISIS പോലുള്ള യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഭീകരവാദികൾ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. യസീദികളുടെയൊക്കെ കഥ നമുക്കറിയാം. ഇറാഖിലും സിറിയയിലും ഒക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇന്ന് ലോകത്ത് ഒരു സ്ഥലത്തും യുദ്ധ നിയമങ്ങളിൽ സിവിലിയൻസിനെ, കുട്ടികളെ സ്ത്രീകളെയും പിടിച്ചുകൊണ്ടുപോയി അടിമകളാക്കലോ ബലാത്സംഗം ചെയ്യലോ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് അവരെ ബലാത്സംഗം ചെയ്യലോ ഒന്നും ലോകത്ത് ഒരു പരിഷ്കൃത മനുഷ്യനും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ പടച്ചോൻ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ധാർമ്മിക നിയമം അവിടെ എഴുതി വെച്ച് പ്രിൻ്റ് ചെയ്ത് വെച്ചതാണ്. അതിൽ നിന്ന് കണ്ടശ ഇറക്കി കൊടുത്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പടച്ചോൻ്റെ ഒരു ധാർമ്മിക നിലവാരം എത്രയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇത്തരം സൂത്രങ്ങളിലൂടെ മുഹമ്മദ് 2 കാര്യങ്ങളാണ് ഒരുമിച്ച് ചെയ്തത്. നെയ്യപ്പം തിന്നാൽ 2 ഫലം എന്ന് പറഞ്ഞതുപോലെ, ഒന്ന് എതിരാളികളെ യാതൊരു ചെറുത്തുനിൽപ്പുമില്ലാതെ കീഴടങ്ങാനും ഇസ്ലാമിലേക്ക് കീഴൊതുങ്ങാനും പ്രേരിപ്പിക്കുക. 2 കൂടെയുള്ളവരെ അങ്ങോട്ട് കയറി ആക്രമിക്കാനും യുദ്ധം ചെയ്യാനുമുള്ള പ്രചോദനമായിട്ട് ഈ ബലാത്സംഗത്തിനുള്ള നിയമസാധുതയും സൗകര്യവും ചൂണ്ടിക്കാണിക്കുക. ഹുനൈൻ എന്ന് പറയുന്ന ഒരു യുദ്ധത്തിൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ മുഴുവൻ അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ തടവുകാരായി പിടിച്ച സമയത്ത് ആ സ്ത്രീകളെ ആ യുദ്ധപ്പറമ്പിലിട്ട് തന്നെ ബലാത്സംഗം ചെയ്യാൻ മുഹമ്മദിൻ്റെ കൂടെയുള്ള സഹാബികൾ ആഗ്രഹിച്ചു. പക്ഷെ ഭർത്താക്കന്മാരുള്ള സ്ത്രീകളെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന കാര്യത്തിൽ അന്നത്തെ കാട്ടറബികൾക്ക് ചില സംശയങ്ങൾ തോന്നി. കാട്ടറബികൾ നബിയോട് വന്നിട്ട് ചോദിച്ചപ്പോൾ നബി ഒരായത്തങ്ങോട്ട് ഇറക്കി. ഭർത്താക്കന്മാരുണ്ടെങ്കിലും നിങ്ങളുടെ വലം കൈകൾക്ക് ഉടമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ നിങ്ങൾക്ക് ഭോഗിക്കാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് 4:24 ആയത്തിറക്കിയത് ആ സന്ദർഭത്തിലാണ് എന്നാണ് പറഞ്ഞത്. ഈ ഹുനൈൻ യുദ്ധത്തിന് ആളുകളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ചെറുപ്പക്കാർ വളരെ ആവേശത്തോടു കൂടിയാണ് ആ യുദ്ധത്തിന് പുറപ്പെട്ടത് എന്ന് ഇസ്ലാമിക ചരിത്രകാരന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? കാരണം ഹുനൈൻ ഗോത്രത്തിലെ സ്ത്രീകൾ സുന്ദരികളാണ് എന്നവർ കേട്ടറിഞ്ഞിരുന്നു എന്ന്. അപ്പോൾ സുന്ദരികളായ പെണ്ണുങ്ങളെ കിട്ടും, ഒരുപാട് സ്വത്ത് കിട്ടും എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് സ്വന്തം അനുയായികളെ യുദ്ധത്തിന് സന്നദ്ധരാക്കിയിരുന്നത്. നിങ്ങളുടെ സ്ത്രീകളെ പിടിച്ച് ഞങ്ങൾ ബലാത്സംഗം ചെയ്യും, നിങ്ങളെ അടിമകളാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഇസ്ലാമിന് കീഴടങ്ങാത്ത ഗോത്രങ്ങളെ ഏകപക്ഷീയമായി കീഴടങ്ങാൻ പ്രേരിപ്പിച്ചിരുന്നത്. ഈ 2 ഗുണം ഒരുമിച്ച് കിട്ടുമെന്നതുകൊണ്ടാണ് ഇത്തരം നികൃഷ്ടമായ സമ്പ്രദായങ്ങളും നിയമങ്ങളുമൊക്കെ മുഹമ്മദ് നടപ്പിലാക്കിയത്. അതിനൊക്കെ മുഹമ്മദ് ഫേക്ക് ഐഡിയ ആയ അള്ളാഹുവിനെ എടുത്ത് ഉപയോഗിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി ലോകമുണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച ഒരു പുസ്തകത്തിൽ
നിങ്ങൾ ഭർത്താവിൻ്റെ മുമ്പിലിട്ട് അടിമപ്പെണ്ണിനെ ഭോഗിച്ചോളൂ, യുദ്ധത്തിൽ പെണ്ണുങ്ങളെ തടവുകാരായി പിടിച്ച് ഓഹരി വെച്ചോളൂ, അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് ദൈവം എഴുതി വെക്കുമോ? അതൊക്കെ എഴുതി വെച്ച ഒരു ചങ്ങാതിയാണ് ദൈവമെങ്കിൽ ആ ദൈവത്തിന് നമ്മളോട് ധാർമ്മികതയെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? ഇതൊക്കെ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിലേക്കാണ് ഞാൻ ഈ ചോദ്യങ്ങൾ വെക്കുന്നത്. അതിന് നവനാസ്തികത എന്ന് പറഞ്ഞ് തുള്ളിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. നിങ്ങൾ തെരുവ് വിചാരണ എന്ന് പറഞ്ഞിട്ട് ഈ നടത്തുന്ന കോപ്രായങ്ങളിൽ നമ്മൾ ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു വിമർശനത്തിന് 40-45 കൊല്ലമായി നമ്മൾ ഈ ഖുർആൻ വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള ആയിരക്കണക്കിന് വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾ ഈ തെരുവ് വിചാരണ എന്നും പറഞ്ഞിട്ട് കൂട്ടം കൂടിയിട്ട് നിങ്ങൾ മറുപടി പറയുന്നുണ്ടോ? ഒരു മറുപടിയും പറയുന്നില്ല. ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ട്. വിശ്വാസികളായ ആളുകൾ നിങ്ങൾ നടത്തുന്ന കോപ്രായങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ പറയുന്ന വിമർശനങ്ങൾ അവർ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ചെറുപ്പക്കാർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് മറുപടി പറയുന്നത്? അരി എത്ര എന്ന് ചോദിച്ചാൽ കൊപ്പരാട്ടിയ വെളിച്ചെണ്ണ കിട്ടും എന്നാണ് മറുപടി. ഇതാണ് എം അക്ബറും കൂട്ടരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി. കൂടുതലൊന്നും അതിനെക്കുറിച്ച് ഈ സമയത്ത് പറയുന്നില്ല. അടുത്ത ഖണ്ഡിക ഞാൻ വായിക്കാം. അമുസ്ലിം ഗോത്രങ്ങൾ പെട്ടെന്ന് തന്നെ ഇസ്ലാമിന് കീഴടങ്ങുന്നതിന് ഇടയാക്കിയത് ക്രൂരവും മനുഷ്യത്വഹീനവുമായ ഇത്തരം നടപടികളായിരുന്നു എന്നത് ശരി തന്നെയാണ്. യുദ്ധത്തടവുകാരായ സ്ത്രീകളെ വെപ്പാട്ടികളായി ലഭിക്കുമെന്ന പ്രതീക്ഷ ചെറുപ്പക്കാരായ യോദ്ധാക്കളിൽ ആവേശം ജനിപ്പിച്ചിരുന്നതായി ഇസ്ലാം ചരിത്രം വ്യക്തമാക്കുന്നു. എത്ര സാഹസികമായ യുദ്ധയാത്രകൾക്കും ചെറുപ്പക്കാർ ഉത്സാഹപൂർവ്വം ഇറങ്ങി പുറപ്പെട്ടിരുന്നത് കൊള്ള മുതലും തടവുകാരികളും ലഭിക്കും എന്ന പ്രലോഭനം മൂലമായിരുന്നു. ഒരിക്കൽ ഒരു വിദൂര ഗോത്രത്തെ ആക്രമിക്കാൻ നബിയും അനുചരന്മാരും പുറപ്പെട്ടു. ആ ഗോത്രത്തിലെ സ്ത്രീകൾ അതിസുന്ദരികളാണെന്ന് കേട്ടറിഞ്ഞ യുവ സൈനികർ അത്യാവേശത്തോടെ യുദ്ധസന്നാഹങ്ങളുമായി പുറപ്പെട്ടു. കാര്യമായ രക്തച്ചൊരിച്ചിലോ ചെറുത്തുനിൽപ്പോ കൂടാതെ തന്നെ ലക്ഷ്യം നേടുകയും ചെയ്തു. നിരുപാധികം കീഴടങ്ങിയ ഗോത്രനിവാസികളെ തടവുകാരായി പിടിച്ചു. പിടിക്കപ്പെട്ട സ്ത്രീകൾക്കൊപ്പം അവരുടെ ഭർത്താക്കന്മാരും ജീവനോടെ തടവുകാരാക്കപ്പെട്ട സന്ദർഭത്തിൽ ആ സ്ത്രീകളെ പങ്കിട്ട് ഭോഗിക്കുന്നതിൽ പന്തികേട് തോന്നിയ ചില അനുയായികൾ പ്രവാചകനോട് അഭിപ്രായമാരാഞ്ഞുവത്രേ. ഈ അവസരത്തിലാണ് ഭർത്താക്കന്മാരുള്ള അടിമ സ്ത്രീകളും ഉടമകൾക്ക് അനുവദനീയമാണ് എന്ന ഖുർആൻ വാക്യം 4:24 നബി ഓതി കേൾപ്പിച്ചത്. 7-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾക്ക് സാന്ദർഭികമായി തോന്നിയ നീതിബോധം പോലും വെളിപാടുകാരനായ ഈ ദൈവത്തിന് ഇല്ലാതെ പോയതും ചിന്തിക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം തന്നെ. ഇതൊക്കെ 15 കൊല്ലം മുമ്പ് ഞാൻ എഴുതി വെച്ചതാണ്. ഒരുപാട് ആളുകൾ ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ വലിയ പണ്ഡിതന്മാരും യുക്തിവാദികൾക്ക് മറുപടി പറയാൻ സ്പെഷ്യലിസ്റ്റുകളായിട്ട് പരിശീലനം നേടിയിട്ടുള്ള ആളുകളൊക്കെ ഇതൊക്കെ മൈക്രോസ്കോപ്പ് വെച്ച് വായിച്ച് പരിശോധിച്ചിട്ടുമുണ്ട്. പക്ഷെ ഖമ എന്ന് ഇത്രയും കാലം മിണ്ടിയിട്ടില്ല. ഇനി നിങ്ങളെ കൊണ്ട് മിണ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വായിച്ച് വീണ്ടും ചർച്ച ചെയ്യുന്നത്, ആവർത്തിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് 15 കൊല്ലം മുമ്പ് എഴുതിയ ലേഖനം ഇപ്പോൾ വീണ്ടും വായിച്ച് കേൾപ്പിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ചെവിയിൽ നിങ്ങളുടെ വിശ്വാസികളെ കൊണ്ട് തന്നെ എത്തിക്കാനും നിങ്ങൾ നാവ് നീട്ടി ഇതിനൊക്കെ മറുപടി പറയാൻ നിർബന്ധിതരാക്കാനും വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്താ മറുപടി പറയാനുള്ളത്? ഈമാൻ മുറുക്കി പിടിച്ചോളി മക്കളെ എന്ന് മാത്രമാണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്. അത് പറയുന്നതോടുകൂടി നിങ്ങളെ ഈമാൻ്റെ കഥ കഴിയുകയും ചെയ്യും. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. ഇനി അടിമത്തത്തിന് നിന്ന് നിങ്ങൾ നുള്ളിപ്പെറുക്കി പറയുന്ന ഈ ന്യായീകരണങ്ങൾക്കൊന്നും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുമായി ഒരു ബന്ധവുമില്ല. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവിടെ നമുക്ക് അടിമയും ഉടമയും വേറെ 2 എൻറ്റിറ്റി ആയിട്ട് തന്നെ കാണാൻ പറ്റും. അടിമകൾക്കും ഉടമകൾക്കും ഇസ്ലാമിൽ നിയമങ്ങൾ വേറെയാണ്, കർമ്മശാസ്ത്രം വേറെയാണ്, സദാചാരം വേറെയാണ്. എങ്ങനെയാണ് മനുഷ്യർ എന്ന് പറയുന്ന ഒരു ജീവിക്ക് 2 തരത്തിലുള്ള സദാചാരം ഉണ്ടാകുന്നത്, 2 തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നത്? എല്ലാ കാര്യങ്ങളും, വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ പോലും എല്ലാ കാര്യങ്ങളിലും അടിമയ്ക്കും ഉടമയ്ക്കും വേറെ നിയമങ്ങളാണ്. ക്രിമിനൽ നിയമങ്ങളും സിവിൽ നിയമങ്ങളും കല്യാണ നിയമങ്ങളും ഒക്കെ അടിമയ്ക്കും ഉടമയ്ക്കും വേറെയാണ്. ഒരടിമയ്ക്ക് 2 ഭാര്യമാരേ പാടുള്ളൂ. സ്വതന്ത്രന് 4 ഭാര്യമാരാകാം. അടിമകൾക്ക് ഭാര്യമാരെ ആവശ്യം ഉണ്ടാവില്ല പലർക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം മുറിച്ച് കളഞ്ഞിട്ടുണ്ടാവും. വൃഷണടക്കം മുറിച്ച് കളഞ്ഞിട്ട് ശണ്ഡീകരിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഭാര്യമാരും കല്യാണമൊന്നും ആവശ്യമില്ല. ഇനി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് 2 ഭാര്യമാരേ പാടുള്ളൂ എന്നാണ്. മറ്റവർക്ക് 4. ഇതേപോലെ തന്നെയാണ് കൊലപാതകത്തിൽ പോലും. ഒരടിമയെ കൊന്നാൻ വധശിക്ഷയൊന്നുമില്ല. മറിച്ച് ഒരടിമ ഒരു സ്വതന്ത്രനെ കൊന്നാൽ വധശിക്ഷയ്ക്ക് യാതൊരു സംശയവുമില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും. ഇനി ഇതൊക്കെ പോട്ടെ,
ഇസ്ലാം വലിയ ധാർമ്മിക പ്രശ്നമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമാണല്ലോ പെണ്ണുങ്ങളുടെ വസ്ത്രം. ഒരു പെണ്ണിൻ്റെ തലമുടി പുറത്ത് കാണുന്നതിനാണല്ലോ ഇറാനിൽ പിടിച്ചുകൊണ്ടായിട്ട് തല്ലിക്കൊല്ലുന്നത്. ഒരു പെണ്ണിൻ്റെ തലമുടി പുറത്ത് കാണുന്നതാണല്ലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ അധാർമിക പ്രശ്നമായിട്ടും ഏറ്റവും വലിയ വൈകാരിക പ്രശ്നമായിട്ടും മുസ്ലിങ്ങൾ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം അതാണല്ലോ. പർദ്ദ ഇടുക, ചാക്കിലാക്കുക, മുഖം പോലും പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്ത്രീകളുടെ വസ്ത്രമാണല്ലോ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ ഇസ്ലാമിലെ എല്ലാ സ്ത്രീകൾക്കും ഈ പറഞ്ഞ വസ്ത്രം ധരിക്കേണ്ടതുണ്ടോ? ഇല്ലാന്ന് മാത്രമല്ല, അടിമ സ്ത്രീകൾ വസ്ത്രം ധരിച്ചാൽ തല്ല് കിട്ടും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഹദീസുണ്ട്. ഒരു അടിമ സ്ത്രീ തലയിൽ തട്ട വിട്ടതിനോ അല്ലെങ്കിൽ മാറുമറച്ചതിനോ ഉമ്മർ പിടിച്ച് തല്ലിയ ഹദീസ് അവിടെ കിടക്കുന്നുണ്ട്. ഇതാ കണ്ടോളി. ഇതാണ് ഇസ്ലാമിലെ നിയമം. അടിമ സ്ത്രീകൾക്ക് ഔറത്ത് എന്ന് പറയുന്നത്, അതായത് നിർബന്ധമായി മറക്കേണ്ട നഗ്നത എന്ന് പറയുന്നത് കാലിൻ്റെ മുട്ടിനും പുക്കളിനും ഇടയിലുള്ള ഭാഗം മാത്രമാണെന്ന് ഇസ്ലാമിൻ്റെ നിയമസംഹിതയിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഹദീസുകളിലും എഴുതി വച്ചിട്ടുണ്ട്. ഒരു തോർത്തുകൊണ്ട് മാത്രമേ ഒരു അടിമ സ്ത്രീക്ക് വസ്ത്രമായിട്ട് അനുവദിച്ചിട്ടുള്ളൂ. അടിമ സ്ത്രീകൾ അതിൻ്റെ അപ്പുറത്ത് മറക്കേണ്ട കാര്യമില്ല, നിസ്കരിക്കുമ്പോൾ പോലും. ഇതൊക്കെ വിശ്വാസികളായ അടിമകളുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇസ്ലാമിൽ വിശ്വസിച്ച ഒരു അടിമ സ്ത്രീ മറക്കാതെ നിസ്കരിക്കണം. തലയും മറക്കണ്ട, മുലയും മറക്കണ്ട. അടിമ സ്ത്രീ ഒരു തോർത്തുകൊണ്ട് എടുത്തിട്ട് നിസ്കരിച്ചാൽ മതി. അങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതും പുറത്ത് കാണും, അങ്ങനെ കണ്ടാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഹദീസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു അടിമ സ്ത്രീയുടെ നഗ്നത പോലും പരസ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് നടക്കാനുള്ളതാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. എന്തൊരു ധാർമ്മികതയാണിത്, എന്തൊരു സദാചാരമാണിത്. ഇവിടെ പർദ്ദയുടെ വലിയ ചർച്ചയും വലിയ കോപ്രായങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ ഈ സമയത്ത് പറയാം. വർഷങ്ങൾക്ക് മുമ്പാണത്. പർദ്ദ വലിയ ചർച്ചയാക്കി കൊണ്ടുവന്നൊരു സമയം, സൂര്യനെല്ലി കേസൊക്കെ നടക്കുന്ന സമയമായിരുന്നത്. അന്ന് ഏഷ്യാനെറ്റ് അകത്തളം എന്ന് പറയുന്ന ഒരു ടോക്ക് ഷോ നടത്തിയിരുന്നു. ആ ടോക്ക് ഷോയിൽ നമ്മളൊക്കെ പങ്കെടുത്ത്, യുക്തിവാദികളായിട്ട് ഞാനും ഫൗസി ടീച്ചറും അബ്ദുൽ അലി മാഷും ഡോക്ടർ ഇ.വി. ഉസ്മാൻ കോയയൊക്കെ പങ്കെടുത്തിരുന്നു. കോഴിക്കോട് വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. അതിൽ മുസ്ലിം ലീഗിൻ്റെ വനിതാ നേതാക്കളായിട്ടുള്ള അഡ്വക്കേറ്റ് മറിയുമ്മയും നൂർബീന റഷീദും ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഒ അബ്ദുറഹിമാനും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഈ വിഷയം ചർച്ച ചെയ്യും. ചർച്ച അങ്ങനെ കൊടുമ്പിരിക്കൊള്ളുമ്പോൾ മറിയുമ്മയും നൂർബീന റഷീദും ഒക്കെ ഇതിൻ്റെ സദാചാരം പറഞ്ഞുകൊണ്ട് പർദ്ദയെ ന്യായീകരിച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു, അടിമ സ്ത്രീക്ക് എന്താണ് ഔറത്ത് എന്ന്, അടിമ സ്ത്രീയുടെ വസ്ത്രത്തെക്കുറിച്ച് ഇസ്ലാം എന്ത് പറയുന്നു എന്ന്. അപ്പോൾ മറിയുമ്മയ്ക്കും നൂർബീന റഷീദിനൊന്നും അതിനെക്കുറിച്ച് യാതൊരു ഗന്ധവുമില്ല, അവരാരും കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് സംഭവം, ഒരു അടിമ സ്ത്രീക്ക് മുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള വസ്ത്രം ധരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ നഗ്നത പുറത്ത് കാണുന്നതാണോ ഈ വസ്ത്രധാരണത്തിൻ്റെ പ്രശ്നം എന്ന് ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പർദ്ദ അല്ലെങ്കിൽ ജിൽബാബ് എന്ന് പറയുന്ന ഒരു വസ്ത്രം സ്ത്രീകൾക്ക് നിർബന്ധമാക്കിക്കൊണ്ട് ആയത്തിറങ്ങിയതിൻ്റെ പശ്ചാത്തലം എന്താണ്, സന്ദർഭം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പർദ്ദ നിർബന്ധമാക്കിയത് എന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. അതിനൊന്നും മറിയുമ്മയ്ക്കും നൂർബീനക്കും മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം അവരിതൊന്നും കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ആയത്തിറങ്ങിയ പശ്ചാത്തലം. എന്നിട്ട് പറഞ്ഞു കൊടുത്തു എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്ലാം പർദ്ദ കൊണ്ടുവന്നത്, ജിൽബാബ് എന്ന വസ്ത്രം ധരിക്കാൻ എന്തിനാണ് ഖുർആൻ നിർബന്ധിച്ചത് എന്ന് അതിൻ്റെ സബബുൻ നുസൂലൊക്കെ വെച്ച് പറഞ്ഞു കൊടുത്തു. അടിമ സ്ത്രീകളെയും സ്വതന്ത്ര സ്ത്രീകളെയും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ പർദ്ദ കൊണ്ടുവന്നിട്ടുള്ളത്. വേറെ ഒന്നിനുമല്ല, മുസ്ലിമിനെ അമുസ്ലിമിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ സ്ത്രീകളുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ടും സദാചാരം കാക്കാനും വേണ്ടിയിട്ടുമല്ല. എന്തിനു വേണ്ടിയാണ് പർദ്ദ കൊണ്ടുവന്നത്? അടിമ സ്ത്രീകളെയും സ്വതന്ത്ര സ്ത്രീകളെയും വേർതിരിച്ചറിയാൻ. എന്തിനാണ് വേർതിരിച്ചറിയുന്നത്? വേർതിരിച്ചറിഞ്ഞില്ലെങ്കിൽ അടിമ സ്ത്രീകളാണ് എന്ന് ധരിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ത്രീകളെ പൂവാലന്മാർ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ഉമ്മറിനെ പോലെയുള്ള പൂവാലന്മാരാണ് പരാതി പറഞ്ഞത്. അടിമ സ്ത്രീകളെയും ഉടമ സ്ത്രീകളെയും വേർതിരിച്ചറിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പൂവാലന്മാരായ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഉമ്മർ പറഞ്ഞപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത് എന്നാണ് അതിൻ്റെ സന്ദർഭം പറയുന്നത്. അപ്പോൾ അടിമ സ്ത്രീകളെ ചന്തയിലും തെരുവിലും ഏത് പൂവാലനും ഉപദ്രവിക്കാം. ഉണ്ട്, കിതാബുകളിലുണ്ട്. അടിമ സ്ത്രീയെ തൊടാം, പിടിക്കാം, തോണ്ടാം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇത് സ്വതന്ത്ര സ്ത്രീകൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് സ്വതന്ത്ര സ്ത്രീകളെ അടിമ സ്ത്രീകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സ്വതന്ത്ര സ്ത്രീകളോട് നിങ്ങൾ ശരീരം മറയ്ക്കുന്ന പർദ്ദ ധരിക്കണം എന്ന് ഖുർആൻ ആജ്ഞാപിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആ ചർച്ചയിൽ അങ്ങോട്ട് പറഞ്ഞു.
പറഞ്ഞപ്പോഴേക്ക് മറിയമ്മയ്ക്കും നൂർബീനയ്ക്കും ഒക്കെ അപസ്മാരം ഇളകി അവർ ഒരുപാട് തുള്ളി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അവരിതൊക്കെ ഞങ്ങൾ പറയുന്നതൊക്കെ നുണയാണ്, അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല, അതൊന്നും പ്രമാണത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നുണ പറയാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ EV ഉസ്മാൻ കോയ മൈക്ക് വാങ്ങിയിട്ട് ഈ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഈ ഖുർആനും ഹദീസും ഒന്നും പഠിച്ചിട്ടില്ല എന്നിപ്പോൾ മനസ്സിലായി. നിങ്ങളൊരു കാര്യം ചെയ്യും, അബ്ദുറഹ്മാൻ അവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം അതൊക്കെ പഠിച്ച മനുഷ്യനാണ്. ഇവർ ഈ പറഞ്ഞ കാര്യം, ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലവും ഈ ഹദീസും ഈ കാര്യങ്ങളൊക്കെ ഇസ്ലാമിലുണ്ടോ എന്ന് നിങ്ങൾ അബ്ദുറഹ്മാനോട് കൊണ്ടൊന്ന് പറയിപ്പിക്കുകയെന്ന് പറഞ്ഞു ഉസ്മാൻ കോയ ഡോക്ടർ. അപ്പോൾ ആങ്കർ മൈക്കും കൊണ്ട് അബ്ദുറഹ്മാൻ്റെ അടുത്ത് പോയി. അബ്ദുറഹ്മാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കമായൊന്നും മിണ്ടിയില്ല. അബ്ദുറഹ്മാൻ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വേഗം തടി അങ്ങോട്ട് കഴിച്ചിലാക്കി. അതോടുകൂടി ആ ചർച്ച കേട്ട എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ പറഞ്ഞതാണ് ഇസ്ലാം എന്നും നൂർബീനയ്ക്കും മറ്റേ മറിയമ്മയ്ക്കും ഇസ്ലാം എന്താണെന്ന് അറിയില്ല എന്നും നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ആ ടോക്ക് ഷോ കണ്ടപ്പോൾ. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അനുഭവമാണ്. ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ ഇസ്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ, അല്ലെങ്കിൽ ഇത് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ. വലിയ പണ്ഡിതന്മാർക്ക് ഇതൊക്കെ അറിയാം, അവർ കള്ളന്മാരെ മിണ്ടാതിരിക്കുന്നതാണ്, അവരിതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഈ വിശ്വാസികളെ കബളിപ്പിക്കുകയാണ്, വിഡ്ഢികളാക്കുകയാണ്. പക്ഷെ സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഈ ഖുർആൻ, ഇങ്ങനെയൊക്കെയാണ് ഈ ഹദീസ് എന്നുള്ളത് സാധാരണ വിശ്വാസികൾക്ക് അറിയില്ല. അതുകൊണ്ട് അവർ നമ്മൾ പറയുന്നതാണ് നുണ എന്ന് പറയുന്നു. പക്ഷെ നുണ പറയുന്നത് ആരാണ്? MM അക്ബറിനെ പോലെയുള്ള ആളുകൾ ഇതൊന്നും പ്രമാണത്തിലില്ല എന്ന് പറഞ്ഞ് നുണ പറയുന്നത് അവരാണ്. അതൊക്കെ ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ന് ഇതെല്ലാം എല്ലാവരുടെയും കയ്യിൽ കിട്ടും, വിരൽ തുമ്പിലുണ്ട് സാധനം. ഹദീസും ഖുർആനും സബബും നുസൂലും എല്ലാം കയ്യിലുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം താല്പര്യമുള്ള ആളുകൾക്ക് ഇന്ന് ഇവരെത്ര മറച്ചു പിടിച്ചിട്ടും കാര്യമില്ല, കാര്യങ്ങൾ എളുപ്പം മനസ്സിലാവുന്നവരിങ്ങനെ തുരുതുരാ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച. അപ്പോൾ പറഞ്ഞു വന്നത്, അടിമയ്ക്കും ഉടമയ്ക്കും വേറെ വേറെ നിയമങ്ങളാണ്. അടിമയുടെ സാക്ഷ്യം ഒരു കോടതിയും സ്വീകരിക്കില്ല. കാരണം അടിമയ്ക്ക് സ്റ്റാറ്റസ് ഇല്ല എന്നാണ് പറയുന്നത്. സ്റ്റാറ്റസ് ഇല്ലാത്ത അടിമകളെ മനുഷ്യരായിട്ട് പരിഗണിക്കുന്നില്ല. ഇങ്ങനെ എല്ലാ സിവിൽ നിയമങ്ങളിലും ക്രിമിനൽ നിയമങ്ങളിലും വസ്ത്രധാരണ നിയമങ്ങളിലും ഒക്കെ സദാചാര നിയമങ്ങളിലും എല്ലാം അടിമകളെയും ഉടമകളെയും രണ്ടായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. എന്നിട്ട് തള്ളുന്നത് എന്താണ്? ഇത് ലോകാവസാനം വരെ കുത്തും കോമയും മാറ്റാൻ പാടില്ലാത്ത, ലോകമുണ്ടാക്കുന്നതിന് മുമ്പ് ആകാശത്തിൻ്റെ ചുവട്ടിൽ തയ്യാറാക്കി വെച്ച കിതാബ്. എങ്ങനെയാണ് ഈ തള്ളുകളൊക്കെ കൂടെ ഒരു ചങ്കിൽ കൂടെ ഇന്ന് മനുഷ്യർക്ക് വിഴുങ്ങാൻ കഴിയുക? കാലഹരണപ്പെട്ട അടിമത്തത്തേക്ക് ഈ രീതിയിൽ ന്യായീകരിക്കുകയും അടിമകളും ഉടമകളും വേറെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉപമ വിളമ്പുകയും അടിമകൾക്കും ഉടമകൾക്കും വേറെ വേറെ സദാചാര നിയമങ്ങൾ എഴുതി വെക്കുകയും ചെയ്ത ഈ കിതാബ് ലോകമുണ്ടാക്കുന്നതിന് മുമ്പ് ലോകാവസാനം വരേക്കും വേണ്ടി പടച്ചോണ്ടാക്കി വെച്ചതാണോ, അതോ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പടച്ചുണ്ടാക്കിയതാണോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി പറയണം നിങ്ങൾ, വിചാരണ ചെയ്യാൻ നടക്കുന്നവർ. ഇതിനൊന്നും മറുപടി പറയാതെ ബബ്ബ പേടിച്ച് നടന്നാൽ നിങ്ങൾ രക്ഷപ്പെടില്ല. ഈമാ മുറുക്കി പിടിച്ചോളി എന്ന് പറഞ്ഞ് കരയല്ലാതെ വേറെ ഒരു നിവൃത്തി ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ലേഖനം തുടരുന്നു. അടിമത്തം തെറ്റാവുന്നത് എങ്ങനെയെന്ന സബ് ടൈറ്റിൽ ഇസ്ലാമിൻ്റെ നിയമസംഹിതകളും കർമ്മശാസ്ത്രങ്ങളുമെല്ലാം എല്ലാത്തരം വ്യാപാര വ്യവഹാരങ്ങൾക്കും വിശദീകരണം നൽകുന്നത് പോലും അടിമക്കച്ചവടത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് എന്നത് യാദൃച്ഛികമല്ല. ചില ഉദാഹരണങ്ങൾ കാണുക. ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കച്ചവട വ്യവഹാരങ്ങൾക്കെല്ലാം എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഒട്ടകത്തിൻ്റെ കച്ചവടമല്ല, ആടിൻ്റെ കച്ചവടമല്ല, ഭൂമി കച്ചവടമല്ല, അടിമക്കച്ചവടമാണ്. ഇനി കേട്ടോളി നിങ്ങൾ. ഫത്തുൽ മുഈനിൽ നിന്നാണ് ഞാൻ ഇനി കുറച്ച് വായിക്കുന്നത്. ഫത്തുൽ മുഈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്നത്തെ നമ്മുടെ സുന്നി ദർസുകളിൽ മദ്രസയിലും പള്ളിയിലും ഉസ്താദുമാരാവാൻ വേണ്ട ആളുകളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ദർസുകളിൽ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഫത്തുൽ മുഈൻ. ഇവിടുത്തെ 90% വരുന്ന സുന്നി ദർസുകളിലും പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. പച്ച മലയാളത്തിൽ ഇവിടെ കിട്ടും ആ സാധനം. അതിലെഴുതി വെച്ചിട്ടുള്ള ചില നിയമങ്ങളാണ് ഇനി ഞാൻ ഇവിടെ വായിക്കുന്നത്. ഞാൻ എൻ്റെ ലേഖനത്തിൽ ഉദ്ധരിച്ചതാണ്. കിതാബ് എൻ്റെ കയ്യിൽ ഉണ്ട്. പണയം കൊടുക്കുകയോ വായ്പ കൊടുക്കുകയോ ചെയ്യുന്ന സാധനത്തിൻ്റെ ചെലവ് അതിൻ്റെ ഉടമസ്ഥനാണ് വഹിക്കേണ്ടത്. ഇടപാടിന് വിധേയമായ ഒരു വസ്തു ഒരടിമയാണെങ്കിൽ ആ അടിമയുടെ വസ്ത്രച്ചെലവ്, ഭക്ഷണച്ചെലവ് മുതലായവയും, മൃഗമാണെങ്കിൽ അതിൻ്റെ തീറ്റച്ചെലവ്, ഓടിപ്പോയാൽ തിരഞ്ഞുപിടിക്കാൻ ആവശ്യമായ ചെലവ്, അവയുടെ പാർപ്പിടക്കൂലി എന്നിവയും വഹിക്കേണ്ടത് പണയം വെച്ച ആളുകളാണ് എന്ന കാര്യത്തിൽ പക്ഷാന്തരമില്ല. ഒരു സാധനം പണയം വെച്ചാൽ ആ പണയം വെച്ച സാധനത്തിൻ്റെ
ദൈനംദിന ചെലവ് വഹിക്കേണ്ടത് പണയം വെച്ച ആളാണോ പണയം വാങ്ങിയ ആളാണോ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഉദാഹരണമാണിത്. ഇനി കേട്ടോളൂ. ഒരാൾ ഒരു അടിമ സ്ത്രീയെ മറ്റൊരാൾക്ക് പണയം വെച്ചാൽ പണയം വാങ്ങിയവൻ്റെ അനുവാദം കൂടാതെ ആ സ്ത്രീയെ അവൾ മച്ചിയായിരുന്നാൽ പോലും പണയം വെച്ചവൻ സംയോഗം ചെയ്യുക എന്നത് നിഷിദ്ധമാകുന്നു. കാരണം പണയം വെച്ചതോടുകൂടി അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സംയോഗം ചെയ്യുകയില്ല എന്നുറപ്പുള്ള പക്ഷം ആ സ്ത്രീയും അവളെ പണയം വെച്ചവനും തമ്മിൽ മറ്റു ശൃംഗാരകേളികൾ നടത്തുന്നത് അനുവദിക്കപ്പെടാവുന്നതാണ്. ഫത്വൽ മുഈൻ 3-ാം ഭാഗം പേജ് 27. അപ്പോൾ ഒരു അടിമ സ്ത്രീയെ ഒരു സെക്സ് ടൂൾ, ഒരു സെക്സ് ടോയ് ആയിട്ട് പണയം വയ്ക്കാം. അങ്ങനെ പണയം വെച്ച് കഴിഞ്ഞാൽ ഈ പണയം വെച്ച ആൾക്ക് പിന്നെ അവിടെ പോയിട്ട് ഈ സെക്സുമ്മ പണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അത്യാവശ്യം ശൃംഗാര കേളികളൊക്കെ നടത്തിയിട്ട് പോരാം എന്നാണ് ഫത്വൽ മുഈനിൽ നിയമം എഴുതി വെച്ചിട്ടുണ്ട്. ലോകാവസാനം വരേക്ക് വള്ളിയും പുള്ളിയും കുത്തും കോമയും മാറ്റാൻ പാടില്ലാത്ത കിതാബ് ബടാ കിതാബ് പടച്ചോൻ കസേരൻ്റെ ചുവട്ടിൽ ഉണ്ടാക്കി വെച്ചതാണ്. ആ കിതാബ് അനുസരിച്ച് പഠിപ്പിച്ച ഒരു മതം എഴുതി വെച്ച നിയമങ്ങളാണ് ഞാൻ ഈ വായിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ പച്ച മലയാളത്തിൽ അച്ചടിച്ച് ഈ കേരളത്തിൽ വിതരണം ചെയ്യുന്ന കിതാബ്. സാഹിത്യ അക്കാദമിയുടെ അംഗീകാരമുണ്ട് എന്ന് അതിൻ്റെ ചട്ടമൽ എഴുതിയും വെച്ചിട്ടുണ്ട് ആ കിതാബിൽ. കച്ചവടത്തിൽ ഒരു ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ വിവരിക്കുന്നിടത്ത് ഫത്വൽ മുഈൻ ഇങ്ങനെ പറയുന്നു: ഒരാൾ ഒരു വസ്തു വാങ്ങുകയും തൻ്റെ അറിവില്ലായ്മയാൽ വാങ്ങുന്ന അവസരത്തിൽ താൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില അഭംഗികൾ, അതായത് വില ഇടിയുണ്ടാക്കുന്ന ദോഷങ്ങൾ ആദ്യമേ തന്നെ അതിനുണ്ടെന്ന് വ്യക്തമാവുകയും ചെയ്താൽ ആ സാധനം ആരോട് വാങ്ങിയോ അയാൾക്ക് തിരിച്ചു കൊടുത്ത് വില തിരിച്ചു വാങ്ങാനുള്ള അവകാശം വാങ്ങിയവനുണ്ട്. അപ്പോൾ ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങിയിട്ട് കേടാണെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ഉപഭോക്തൃ നിയമമാണ്. ഇനി അതിൻ്റെ ഉദാഹരണം കേട്ടോളി. ഒരു ദാസിയെ വിൽപ്പന നടത്തുമ്പോൾ അവൾ വിവാഹിതയോ രക്തസ്രാവമുള്ളവളോ ആയിരുന്നാൽ അത് അവളെ സംബന്ധിച്ച് അഭംഗിയാകുന്നു. വിൽപ്പനക്കുള്ള അടിമ വ്യഭിചരിക്കുകയോ മോഷണം നടത്തുകയോ ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ കാര്യങ്ങൾ അടിമയെ സംബന്ധിച്ചിടത്തോളം അഭംഗിയാകുന്നു. 7 വയസ്സായിട്ടും പതിവായി കിടന്നു പായയിൽ മൂത്രമൊഴിക്കുക എന്ന പതിവ് തുടരുന്ന പക്ഷം അത് അഭംഗി തന്നെ. വായ, കക്ഷം എന്നിവയുടെ ശക്തിയായ നാറ്റവും അഭംഗിയാവുന്നു. ഏഷണി ഉണ്ടാവുക, കളവ് പറയുക, കളിമണ്ണ് തിന്നുക, മദ്യപാനം ചെയ്യുക, നിസ്കാരം ഉപേക്ഷിക്കുക എന്നിവയും അടിമകളെ സംബന്ധിച്ചിടത്തോളം അഭംഗിയത്രേ. ബധിരത, വിഡ്ഢിത്തം, നടക്കുമ്പോൾ കാൽമുട്ടുകൾ തമ്മിൽ സ്പർശിക്കൽ, ഗുഹ്യസ്ഥാനത്ത് മാംസം തിങ്കൽ, ഗർഭം എന്നിവ വിൽപ്പനക്കുള്ള അടിമയെ സംബന്ധിച്ച് അഭംഗിയാകുന്നു. മനുഷ്യ സ്ത്രീകളെ സംബന്ധിച്ച് മാത്രമേ ഗർഭം അഭംഗിയാവുകയുള്ളൂ. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗർഭം ഒരു ഭംഗിയാകുന്നു. 20 വയസ്സ് കഴിഞ്ഞിട്ട് മൃദുമതിയാവാതിരിക്കുക, 2 മുലകളിൽ ഒന്ന് മറ്റേതിനേക്കാൾ വലുപ്പം കൂടിയതായിരിക്കുക എന്നിവ അടിമ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അഭംഗിയാകുന്നു. ഈ അഭംഗി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വില കുറയുന്ന ക്വാളിറ്റീസ്, അതാണ് ഈ പറഞ്ഞത്. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത്രയും മതി. അധികം വിശദീകരിച്ച് എൻ്റെ വായ ഞാൻ ഇനി കേടുവരുത്തുന്നില്ല എന്നർത്ഥം. ഇനി മറ്റൊരു മതഗ്രന്ഥത്തിൽ നിന്ന്: പാൽ കൂടുതലുണ്ടെന്ന് തോന്നിപ്പിച്ച് വാങ്ങുന്നവനെ വഞ്ചിക്കുവാൻ വേണ്ടി ദിവസങ്ങളോളം പാൽ കറന്നെടുക്കാതെ മൃഗങ്ങളുടെ അകിട് കെട്ടി നിർത്തുന്നത് ഹറാമാണ്. തിരിച്ചു കൊടുക്കൽ അനുവദനീയമാണെന്ന വിഷയത്തിൽ അകിട് കെട്ടി നിർത്തുന്നത് പോലെയാണ് അടിമ സ്ത്രീയുടെ മുഖം ചുവപ്പിക്കുക, മുടി കറുപ്പിക്കുക മുതലായവയെല്ലാം. വാങ്ങിയ അടിമ വൃഷണം നീക്കപ്പെട്ടവനോ മോഷ്ടാവോ വലിയവനായിരിക്കെ വിരിപ്പിൽ മൂത്രിക്കുന്നവനോ ആണെന്ന് കച്ചവടാനന്തരം വ്യക്തമായാൽ അവനെ തിരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വൃഷണം ഉടച്ച അടിമയ്ക്കും വൃഷണം ഉടക്കാത്ത അടിമയ്ക്കും മാർക്കറ്റിൽ വില വ്യത്യാസം ഉണ്ടായിരുന്നു. ഉടച്ച അടിമയ്ക്ക് വില കുറവായിരുന്നു എന്നാണ് ഇതിൽ നിന്നിപ്പോൾ മനസ്സിലാവുന്നത്. ഉടക്കാത്ത അടിമയാണ് എന്ന വ്യാജേന ഉടച്ച അടിമയെ ഒരാൾ വിറ്റ് കഴിഞ്ഞാൽ ആ അടിമയെ തിരിച്ചു കൊടുക്കാനുള്ള അവകാശം വാങ്ങിയവനുണ്ട്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഉപഭോക്തൃ നിയമങ്ങളാണിത്. അവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ വായിച്ചത്. ഇപ്പം നമ്മൾ കാറൊക്കെ വാങ്ങിയിട്ട് കാറിന് കേടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണം വാങ്ങിയിട്ട് ആ ഉപകരണത്തിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇന്ന് ചർച്ച ചെയ്യുന്നത് അത്തരം വിഷയങ്ങളാണെങ്കിൽ ഈ മതം ഉണ്ടായ കാലത്ത് ചർച്ച ചെയ്തിരുന്നത് ഇതെല്ലാം അടിമപ്പെണ്ണിൻ്റെ മുലയും കക്ഷവും അടിമപ്പെണ്ണിൻ്റെ വായ്നാറ്റവും വായിൽപ്പാത്തലും ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇതാണ് ഇപ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതാണ് 21-ാം നൂറ്റാണ്ടിൽ മലയാളത്തിൽ അച്ചടിച്ച് ദർസിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പഠിച്ച് പുറത്തിറങ്ങുന്ന തലീകെട്ടുകാരാണ് ഇപ്പോൾ ഇവിടെ മതം പഠിപ്പിക്കുന്നത്. ഇവരാണ് ഉസ്താദന്മാർ, ഇവരാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മദ്രസ ഉസ്താദ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇന്ന് കിട്ടുന്ന വാർത്തകൾ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. സ്വാഭാവികമാണ്. ഈ ഒരു സംസ്കാരമൊക്കെ പഠിച്ചിട്ട് ഇതാണ് മനുഷ്യൻ്റെ ധാർമ്മികത എന്ന് പഠിച്ചിട്ട്
ഇത് പഠിച്ച് തല നിറച്ചിട്ട് തലയിക്കെട്ടും കെട്ടി ഇറങ്ങിയ ഉസ്താദന്മാർ കുട്ടികളോട് മനുഷ്യത്വപരമായി പെരുമാറുന്നില്ല എങ്കിൽ ആ പാവം ഉസ്താദുമാരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അടുത്തത്, യജമാനന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച് വാചാലമാകുന്നു മതഗ്രന്ഥങ്ങൾ. ഒരു യജമാനത്തിയുടെ കൈക്കാരന് അവളുടെ സമ്മതത്തോടെ അവളുടെ ദാസിയെ വിവാഹം ചെയ്തു കൊടുക്കാവുന്നതാണ്. അക്കാര്യത്തിൽ ദാസിയുടെ സമ്മതം പരിഗണിക്കേണ്ടതില്ല. നോക്കൂ, ഒരു അടിമപ്പെണ്ണിനെ ഉടമസ്ഥയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് അടിമപ്പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? കുട്ടികളുണ്ടായാൽ അടിമ ഫാം നടത്താം. കുട്ടികൾ അടിമകളാണ്. എന്തിനാണ് ഒട്ടകത്തിനെയും പശുവിനെയൊക്കെ നമ്മൾ വളർത്തുന്നത്? അത് പ്രസവിച്ച് കുട്ടികളുണ്ടാകുമ്പോൾ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും. അതുപോലെ അടിമ സ്ത്രീകൾ പ്രസവിച്ച് സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരടിമ സ്ത്രീയെ ഉടമസ്ഥന് അവളുടെ അനുവാദമില്ലാതെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെ മനുഷ്യാവകാശ നിയമങ്ങളും ഇതൊക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് ഏതാണ് പടച്ചോൻ എഴുതിയത്, ഏതാണ് മനുഷ്യൻ എഴുതിയത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യരെഴുതിയ നിയമങ്ങളുടെ 16 അയലത്ത് കൊണ്ടുവെക്കാൻ പറ്റുമോ പടച്ചോൻ ഉണ്ടാക്കിയ നിയമങ്ങൾ? യജമാനത്തിയുടെ കൈക്കാരൻ അവളുടെ സമ്മതത്തോടെ അവളുടെ ദാസിയെ വിവാഹം ചെയ്തു കൊടുക്കാവുന്നതാണ്. അക്കാര്യത്തിൽ ദാസിയുടെ സമ്മതം പരിഗണിക്കേണ്ടതില്ല. ദാസിയുടെ വിവാഹക്കാര്യം തീരുമാനിക്കാനുള്ള അധികാരം യജമാനത്തിക്കാണ് എന്നുള്ളതാണ് കാരണം. ഒരടിമ സ്ത്രീയുടെ യജമാനൻ തമ്മാടി നേതാവായിരുന്നാലും അവളുടെ സമ്മതം കൂടാതെ അവളെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള അധികാരം അവനുണ്ട്. അവൾ പലർക്കും അടിമപ്പെട്ടവളാണെങ്കിൽ അവരിൽ എല്ലാവരുടെയും അനുവാദം വിവാഹത്തിന് ആവശ്യമാണ്. അവർക്ക് മറ്റു ചിലർക്കും ഗനീമത്തായി ലഭിച്ചതാണ് അവളെന്നിരുന്നാലും ശരി. അപ്പോൾ ഒരു അടിമയ്ക്ക് ഒന്നിലധികം ഉടമസ്ഥരുണ്ടാവുകയും അവരെല്ലാവരും കൂടി അടിമ പെണ്ണിനെ കല്യാണം കഴിക്കുകയുമാണെങ്കിൽ അവരെല്ലാവരുടെയും സമ്മതമാണ്. ആരുടെ സമ്മതം? യജമാനന്മാരുടെ എല്ലാവരുടെയും സമ്മതം വേണം. 10 ആൾ കൂടിയിട്ട് ഒരു അടിമ പെണ്ണിനെ വാങ്ങിയാൽ ഈ 10 ആൾക്കും ഈ അടിമ പെണ്ണിനെ ഭോഗിക്കുകയും ചെയ്യാം. അവരെല്ലാവരുടെയും അനുവാദത്തോടു കൂടെ മാത്രമേ വിവാഹം പാടുള്ളൂ. വിവാഹം അവളുടെ ഗുഹ്യസ്ഥാനത്തെ പ്രയോജനപ്പെടുത്താനുള്ള ഇടപാടായതാണ് ഇതിന് കാരണം. വിവാഹം അവളുടെ ഗുഹ്യസ്ഥാനത്തെ പ്രയോജനപ്പെടുത്താനുള്ള ഇടപാടായതാണ് ഇതിന് കാരണം. ഏതിന് കാരണം? കൂട്ടുടമസ്ഥയിലുള്ള അടിമയുടെ കല്യാണത്തിന് ഉടമസ്ഥരുടെ എല്ലാവരുടെയും സമ്മതം വേണം എന്നത്. ആ പ്രയോജനമാവട്ടെ അവളുടെ ഉടമസ്ഥൻ്റെ അവകാശത്തിൽപ്പെട്ടതുമാകുന്നു. വിവാഹക്കാര്യത്തിൽ അവളെ നിർബന്ധിക്കാൻ അവളുടെ ഉടമസ്ഥന് അധികാരമുണ്ട്. അപ്പോൾ കെട്ടിച്ചു കൊടുക്കാനും കെട്ടിച്ചു കൊടുക്കണ്ടെന്ന് തീരുമാനിക്കാനും ഒക്കെ ഉടമസ്ഥന് അധികാരമുണ്ട്. ഇതൊക്കെ ഉംദയിൽ പറയുന്നതാണ് കേട്ടോ. തന്നെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ഒരു ദാസി ആവശ്യപ്പെട്ടാൽ അവളുടെ യജമാനൻ അവളെ വിവാഹം ചെയ്തു കൊടുത്തേ മതിയാകൂ എന്ന് നിർബന്ധമില്ല. അത് അവളുടെ വില ചുരുങ്ങുന്ന ഇടപാടായിത്തീരും എന്നുള്ളതാണ് ഇതിന് കാരണം. അപ്പോൾ ഒരു അടിമപ്പെണ്ണ് എനിക്ക് കല്യാണം വേണമെന്ന് പറഞ്ഞാൽ അത് നടത്തി കൊടുക്കേണ്ട യാതൊരു നിർബന്ധവും യജമാനനില്ല. കാരണം വില കുറയുന്നുള്ളതാണ് അതിൻ്റെ കാരണം. യജമാനൻ്റെ സമ്മതമില്ലാതെ ഒരടിമ ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ ആ വിവാഹം സാധുവാകുകയില്ലെന്ന് മാത്രമല്ല ആ ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം വേർപ്പെടുത്തേണ്ടതാവുന്നു. ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെ ഒരു പെണ്ണെങ്ങാനും പോയിട്ട് അല്ലെങ്കിൽ അടിമെങ്ങാനും പോയി കല്യാണം കഴിച്ചാൽ വിവരം അറിഞ്ഞാൽ അപ്പോൾ ഉടമസ്ഥൻ പോയിട്ട് കല്യാണം വേർപ്പെടുത്തണം. ഒരടിമ വിവാഹത്തിന് സമ്മതം ചോദിച്ചാൽ യജമാനൻ സമ്മതം നൽകിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. മോചനം പ്രതീക്ഷിക്കുന്ന അടിമയായാൽ പോലും ശരി സമ്മതം നൽകിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഇതൊക്കെ ഉംദത്തു സാലിക്ക് എന്ന കർമ്മശാസ്ത്ര പുസ്തകത്തിലും ഫത്തുൽ മുഈൻ എന്ന കർമ്മശാസ്ത്ര പുസ്തകത്തിലും എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരടിമയ്ക്ക് 2ൽ കൂടുതൽ ഭാര്യമാരുണ്ടാകുന്നതും മതം വിലക്കിയിരിക്കുന്നു. അടിമ സ്ത്രീകൾ മാറുമറക്കേണ്ടതില്ല എന്നാണ് മറ്റൊരു വിധി. നിസ്കരിക്കുമ്പോൾ പോലും അവൾ മുട്ടുപൊക്കളിനിടെയുള്ള ഔറത്ത് മാത്രം മറച്ചാൽ മതി. ഭാര്യ അടിമ സ്ത്രീയാണെങ്കിൽ അവൾ സുന്ദരിയായിരുന്നാൽ പോലും വേലക്കാരിയെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഫത്തുൽ മുഈൻ പറയുന്നു. ദാസിയിൽ ജനിക്കുന്ന സന്തതിയെക്കുറിച്ച് ഇസ്ലാം വിധിക്കുന്നത് ഇപ്രകാരമാണ്. തനിക്കോ തൻ്റെ മകനോ ഉടമസ്ഥതയിലുള്ള ദാസിയിൽ നിന്ന് ഒരാൾക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി സ്വതന്ത്രനാകുന്നു. ആ ദാസിയെ തൻ്റെ സന്താനത്തിൻ്റെ മാതാവ് ഉമ്മുവലത് എന്ന നിലയിൽ പരിഗണിക്കപ്പെടും. അവളെ വിൽക്കലും സംഭാവന കൊടുക്കലും നിരോധിതമാണ്. അവളെക്കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കലും അവളെ കൂലിക്ക് കൊടുക്കലും വിവാഹം ചെയ്തു കൊടുക്കലും അനുവദനീയമാണ്. അവളുടെ തൊഴിലിൻ്റെ വേതനം യജമാനനുള്ളതാണ്. വിവാഹത്തിലൂടെയോ വ്യഭിചാരത്തിലൂടെയോ അന്യൻ്റെ ദാസിയിൽ നിന്ന് ഒരാൾക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി അവളുടെ യജമാനനുടമപ്പെട്ടതാണ്. ഇതാണ് ഇസ്ലാമിലെ വലിയൊരു അടിമത്തത്തിനെതിരായിക്കൊണ്ടെന്ന് പറയുന്ന അടിമത്തത്തിനെതിരായിട്ട് പൊക്കി പിടിക്കുന്ന ഒരു നിയമം. ഉമ്മുവലത്
അതായത് ഒരു അടിമപ്പെണ്ണിന് യജമാനനിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞതാണ് ഇസ്ലാം അടിമത്തമില്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഘട്ടം ഘട്ടത്തിൽ 1-ാം ഘട്ടം എന്നാണ് പറയുന്നത്. ഹമ്മുറാബി കോഡിലുണ്ട് സാധനം, ഈ വലത് ഹമ്മുറാബി കോഡിൻ്റെ കാലത്തുള്ള ഒരു സാധനമാണ്. അത് പെറുക്കിക്കുട്ടി ഇസ്ലാമിൽ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതാണ് പറയുന്നത് അടിമത്തം ഇല്ലാതാക്കാൻ കൊണ്ടുവന്ന നിയമമാണ്. ഈ വലതിൻ്റെ പിന്നീടുള്ള സ്റ്റാറ്റസ് എന്താണ്? വിൽക്കാൻ പാടില്ല, പണയം വെക്കാൻ പാടില്ല, പക്ഷേ സ്റ്റാറ്റസ് അടിമ തന്നെയാണ്. അവളെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അവളെ വേണമെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുകയോ, ഇതൊക്കെ ഉടമസ്ഥൻ്റെ അധികാരമാണ്. എന്ന് വെച്ചാൽ സ്റ്റാറ്റസിൽ ചെറിയൊരു വ്യത്യാസം, ആ വ്യത്യാസം അനുസരിച്ച് ഇവളെ പണയം വെക്കാനും വിൽക്കാനും പാടില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഇവൾ അടിമ തന്നെ. പക്ഷെ കുട്ടി സ്വതന്ത്രനായിരിക്കും, ആൺകുട്ടിയാണെങ്കിൽ. പെൺകുട്ടിയുടെ കാര്യം എന്താണെന്ന് പറയുന്നില്ല. അവിഹിതമായി ഗർഭം ധരിച്ചുകൊണ്ട് ഒരു അടിമപ്പെണ്ണ് പ്രസവിച്ചാൽ ആ കുട്ടി ഉടമസ്ഥൻ്റെ അടിമയാണ്. അപ്പോൾ അടിമ സ്ത്രീകളെ കല്യാണം കഴിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വ്യഭിചാരത്തിന് കൊടുത്തിട്ടോ ഗർഭം ധരിപ്പിച്ച് അവരിൽ മക്കളെ ഉണ്ടാക്കി ആ മക്കളെയെല്ലാം അടിമകളാക്കി അടിമ ഫാം നടത്താനുള്ള സൗകര്യം ഇസ്ലാമിലുണ്ട് എന്നാണ് ഈ പറഞ്ഞത്. സന്താനത്തിന് ജന്മം നൽകുക വഴിയോ മറ്റു വിധത്തിലോ മോചനം നേടിയ ഒരടിമയുമായി യജമാനനുള്ള ബന്ധം തീർത്തും അറ്റുപോകുന്നില്ല. പ്രസ്തുത അടിമ അവകാശികളില്ലാതെ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ സ്വത്തുക്കൾ പഴയ യജമാനൻ അവകാശപ്പെട്ടതാകും. ഒരു അടിമ അടിമത്വമോചനം സിദ്ധിച്ച ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും അവൾ പ്രസവിക്കുകയും ചെയ്താൽ ആ കുട്ടിയുടെ വലാഅത്ത് യജമാനാവകാശം മാതാവിനെ മോചിപ്പിച്ച വ്യക്തിയാവുന്നു. അതിനുശേഷം അവൻ്റെ പിതാവ് അടിമത്വമോചിതനായാൽ വലാഅ് പിതാവിനെ മോചിപ്പിച്ചവനിലേക്ക് നീങ്ങും. അപ്പോൾ അടിമകളെ മോചിപ്പിച്ചാലും ഈ അടിമയെ യജമാനിൽ നിന്ന് പൂർണ്ണമായിട്ടും സ്വതന്ത്രനാക്കുന്നില്ല അല്ലെങ്കിൽ സ്വതന്ത്രയാക്കുന്നില്ല. പിന്നെയും ആ അടിമ പണിയെടുത്തുണ്ടാക്കുന്ന പൈസയും ആ അടിമ പെറ്റുണ്ടാക്കുന്ന കുട്ടിയൊക്കെ ഈ യജമാനന് ഉടമപ്പെട്ടതാണ് എന്നാണ് കിതാബിൽ പറയുന്നത്. അപ്പോൾ എവിടെയാണ് അടിമമോചനം? അങ്ങനെ ഒരു സംഭവം ഇല്ല. അതൊക്കെ വെറും സാങ്കേതികമായിട്ടുള്ളൊരു വാദം മാത്രമാണ്. അടിമമോചനം എന്ന് പറഞ്ഞുകൊണ്ട് അടിമകൾ ഒരു ഫ്രീ സ്റ്റാറ്റസിലേക്ക് മാറുന്ന ഏർപ്പാടൊന്നും ഇസ്ലാമിൽ ഇല്ല എന്നർത്ഥം. വിവാഹം ചെയ്യാൻ സാമ്പത്തിക ശേഷിയില്ലാത്തവരോട് അടിമ സ്ത്രീകളെ അവരുടെ യജമാനന്മാരുടെ അനുവാദത്തോടെ കല്യാണം കഴിക്കാനാണ് ഖുർആൻ ഉപദേശിച്ചിട്ടുള്ളത്. എന്നാൽ ജൂത ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ദാസിയെ വിവാഹം ചെയ്യൽ നിഷിദ്ധമാകുന്നു. സ്വന്തം ദാസിയെയോ മകൻ്റെ ദാസിയെയോ തൻ്റെ യജമാനത്തിയെയോ വിവാഹം ചെയ്യലും ഹറാമാണ്. സ്വന്തം ദാസിയെ വിവാഹം ചെയ്യൽ ഹറാമാണ്, യജമാനത്തിയെ വിവാഹം ചെയ്യൽ ഹറാമാണ്, മകൻ്റെ ദാസിയെ വിവാഹം ചെയ്യലും ഹറാമാണ്. എങ്കിലും ജൂത ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ദാസിയെ ഉടമാവകാശത്തിലൂടെ സംയോഗം ചെയ്യൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജൂതനോ ക്രിസ്ത്യനോ എന്തായാലും ശരി അടിമപ്പെണ്ണിനെ പരിപാടിക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. 4-ൽ കൂടുതൽ ഭാര്യമാർ സ്വതന്ത്ര പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹറാമാകുന്നു. ഏകഭാര്യയെക്കൊണ്ട് മതിയാക്കലാണ് ഉത്തമം. ഉടമാവകാശത്തിലൂടെ എത്ര സ്ത്രീകളെയും ഭോഗിക്കുന്നതിൽ വിരോധമില്ല. അടിമയ്ക്ക് 2-ൽ കൂടുതൽ ഭാര്യമാരുണ്ടാകുന്നത് ഹറാമാണ്. വ്യഭിചാരത്തെ ഭയക്കുകയും സുഖാനുഭവത്തിന് പറ്റുന്ന സ്വതന്ത്ര സ്ത്രീ ഇല്ലാതിരിക്കുകയും സ്വതന്ത്ര സ്ത്രീയുടെ മഹറോ അല്ലെങ്കിൽ പക്വത പ്രാപിച്ച ദാസിയുടെ വിലയോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ഒഴികെ മുസ്ലിമായ ദാസിയെ നിക്കാഹു ചെയ്യൽ സ്വതന്ത്ര പുരുഷന് അനുവദനീയമല്ല. പോരെ, സ്വതന്ത്രനായ പുരുഷന് 3 തലാക്ക് ചൊല്ലുവാൻ അധികാരമുണ്ട്, അടിമയ്ക്ക് 2 തലാക്കിനേ അധികാരമുള്ളൂ. വിവാഹത്തിനും തലാക്കിനും ഒക്കെ വേറെ വേറെ നിയമമാണ്. അടിമകൾ, തൂപ്പുവേലക്കാർ, കുളിപ്പുര സൂക്ഷിപ്പുകാർ മുതലായ മാന്യതയില്ലാത്ത ജോലികളിൽ ഏർപ്പെടുന്നവരുടെ സാക്ഷി മൊഴി സ്വീകാര്യമല്ല. ഇതൊക്കെ കർമ്മശാസ്ത്രത്തിൽ എഴുതി വച്ചിട്ടുള്ളതാണ്, നിയമപുസ്തകത്തിലുള്ളതാണ്. ഇസ്ലാം മതത്തിൻ്റെ പ്രാമാണിക രേഖകളിൽ അടിമകളെക്കുറിച്ചും വെപ്പാട്ടികളെക്കുറിച്ചുമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വിധി വിലക്കുകളുടെ ഏതാനും സാമ്പിളുകൾ മാത്രമാണ് മേൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ മുൻനിർത്തി ഇസ്ലാം അടിമത്തമില്ലാതാക്കാൻ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുവെന്നും മറ്റുമുള്ള അവകാശവാദങ്ങൾക്ക് എത്രമാത്രം സാധുതയുണ്ട് എന്ന് മാന്യ വായനക്കാർ തീർച്ചപ്പെടുത്തുക. യുക്തിവാദികളുടെയും മറ്റും വിമർശനങ്ങൾക്ക് മറുവാദം നിരത്തി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ആധുനിക പണ്ഡിതന്മാർ അടിമത്തത്തിന് ന്യായീകരണം കണ്ടെത്താനായി ഉന്നയിക്കുന്ന യുക്തിവാദങ്ങളെല്ലാം തീർത്തും ദുർബലവും ബാലിശവുമാണ്, കളവുമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നുണ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇസ്ലാമിനെ ഇത്തരം വിഷയങ്ങളിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഇനി ഞാൻ ഈ ലേഖനം ഏതാണ്ട് സമാപിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള 2 ഖണ്ഡിക കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ഒറ്റയടിക്ക് അടിമത്തം നിരോധിച്ചിരുന്നുവെങ്കിൽ അത് വിപരീത ഫലം ഉളവാക്കുമായിരുന്നു. അതിനാൽ പടിപടിയായി അത് നിരോധിച്ചു.
ആദ്യം അടിമകൾക്ക് മാന്യമായ ജീവിത സൗകര്യങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കി, പിന്നെ അവരെ മുഴുവൻ മോചിപ്പിക്കാൻ പരിപാടിയിട്ടു. പൂർണ്ണമായി നിരോധിക്കാതിരുന്നത് യുദ്ധത്തടവുകാരെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അടിമ സ്ത്രീകളെ വെപ്പാട്ടികളാക്കി വീതം വെക്കുന്നത് സദാചാരം കാക്കാനാണ്. ഒരാൾക്ക് സംരക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ കൈമാറേണ്ടത് കൊണ്ടാണ് അടിമക്കച്ചവടം ഹലാലാക്കിയത്. സമ്പന്നർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി സുഖിച്ചത് അവരുടെ വിവരക്കേട് കൊണ്ടാണ് എന്നിങ്ങനെ പോകുന്നു ഞൊണ്ടി ന്യായങ്ങൾ. ഇതൊക്കെ എഴുതിപ്പിടിപ്പിക്കുന്നവർക്ക് പോലും ഈ ന്യായീകരണങ്ങളിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. മതപ്രമാണങ്ങളോ ചരിത്രരേഖകളോ ഈ പറഞ്ഞ ന്യായങ്ങൾക്കൊന്നും ബലം നൽകുന്നില്ല എന്നതാണ് വാസ്തവം. അടിമത്തത്തിലൂടെ മനുഷ്യത്വഹീനമായ രീതിയിൽ ലൈംഗിക അതിക്രമങ്ങൾ കാണിക്കുന്നതിനെ പോലും നിർലജ്ജമായി വെള്ളപൂശുന്നവർക്ക് സ്വന്തം അന്ധവിശ്വാസങ്ങളുടെ പടുകുഴിയിൽ നിന്നുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റാത്തതായി എന്ത് അസംബന്ധമാണുള്ളത്? ചന്തയിൽ കൊണ്ടു നിർത്തിയ അടിമപ്പെണ്ണിനെ കക്ഷം മണത്തു നോക്കിയും മാറിട വളർന്നു നോക്കിയും വിലപേശി വാങ്ങുകയും ദാസിപ്പെണ്ണിനെ പാരിതോഷികമായി കൈമാറുകയും മകൻ്റെ ദാസിയിൽ അച്ഛന് കുട്ടി ജനിക്കുന്നതിൻ്റെ നിയമവശങ്ങൾ ചർച്ച ചെയ്യുകയും മറ്റും ചെയ്യുന്ന ഒരു കിരാത സംസ്കാരത്തെ 20-ാം നൂറ്റാണ്ട് വരെ സംരക്ഷിച്ചു പോന്നത് സദാചാരം സംരക്ഷിക്കാനാണെന്നൊക്കെ ന്യായം പറയുന്നവരുടെ ചർമ്മബലം അപാരം തന്നെ. ഇക്കൂട്ടരോട് ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അടിമത്തം തെറ്റാണ് എന്ന നിഗമനത്തിലാണല്ലോ ഇപ്പോൾ ഈ ന്യായീകരണങ്ങളൊക്കെ ചമയ്ക്കുന്നത്. ഏതു മാനദണ്ഡപ്രകാരമാണ് അടിമത്തവും വെപ്പാട്ടിപ്പണിയുമൊക്കെ തെറ്റാകുന്നത്? ലോകാവസാനം വരെ ശരി തെറ്റുകളുടെ അടിസ്ഥാന മാനദണ്ഡം ഖുർആനും ഹദീസുമാണെന്ന് പറയുന്ന മതവക്താക്കൾ ഇന്ന് അടിമത്തത്തിനെതിരെ സംസാരിക്കുന്നതിൻ്റെ സാങ്കത്യം എന്ത് എന്നാണ് ചോദ്യം. അത് കാലഹരണപ്പെട്ട സദാചാരമാണെന്ന് സമ്മതിക്കുന്നുവെങ്കിൽ ഇസ്ലാമും അതിൻ്റെ വേദപ്രമാണവും കാലഹരണപ്പെട്ടു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുവാനുള്ള സത്യസന്ധതയാണ് കാണിക്കേണ്ടത്. ആ സത്യസന്ധത മതവിശ്വാസികളായ സാധാരണക്കാർ ചിലപ്പോൾ കാണിച്ചേക്കും. പക്ഷേ ഈ മതം വിറ്റ് ജീവിക്കുന്ന മതക്കച്ചവടക്കാരായ മതസംരക്ഷകർ, തലയിക്കെട്ട് കെട്ടിയ മതപണ്ഡിതന്മാർ, താടി നീട്ടി നടക്കുന്ന മതപണ്ഡിതന്മാർ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം ഇത് കാലഹരണപ്പെട്ടു എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിക്കണമെങ്കിൽ വേറെ തൊഴിലന്വേഷിക്കേണ്ടി വരും. ഇതാണ് പ്രശ്നം. ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗമാണ് ഈ മതം. അതുകൊണ്ട് ഈ മതം നിലനിർത്തുക, എങ്ങനെയെങ്കിലും നുണ പറഞ്ഞിട്ടെങ്കിലും കബളിപ്പിച്ചിട്ടെങ്കിലും നിലനിർത്തുക എന്നത് മതം വിറ്റ് ജീവിക്കുന്നവരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവർ പച്ച കള്ളം പറഞ്ഞുകൊണ്ടും വിശ്വാസികളെ വിഡ്ഢികളാക്കിക്കൊണ്ടും നമ്മളെ കബളിപ്പിച്ചുകൊണ്ടും ഇവിടെ ഈ പൊറാട്ടു നാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം അടിമത്തത്തെ പച്ചയായി ന്യായീകരിക്കുകയല്ലാതെ അടിമത്തത്തിനെതിരായിട്ട് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇസ്ലാം അടിമത്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇസ്ലാം ഉണ്ടാവുന്ന കാലത്ത് ആ പ്രദേശത്തും അതിനു സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ പല ഭാഗത്തും നിലനിന്നിരുന്ന ആചാരങ്ങളാണ്. അതെല്ലാം പെറുക്കിക്കൂട്ടി ഒരു മതം ഉണ്ടാക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. അല്ലാതെ മുഹമ്മദ് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദിനെ നമുക്കിതിൽ കുറ്റക്കാരനാക്കാനും പറ്റില്ല. പക്ഷേ ഇതൊക്കെ പ്രപഞ്ചം ഉണ്ടാക്കിയ പടച്ചോൻ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച കിതാബിലുള്ള സാധനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആ പടച്ചോനെ നമുക്ക് എടുത്ത് തോട്ടിലെറിയുകയല്ലാതെ നിവൃത്തിയില്ല എന്നാണ് അവസാനമായിട്ട് പറയാനുള്ളത്. അടിമത്തത്തെക്കുറിച്ച് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും ഹദീസുകളും കർമ്മശാസ്ത്ര വിധികളും ഒക്കെ വെച്ചുകൊണ്ട് എത്രയോ മണിക്കൂറുകൾ വേണമെങ്കിൽ നമുക്ക് അടിമത്തത്തെ വലിച്ചു കീറി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പറ്റും. തൽക്കാലം ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറുപടി വരുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. ഈമാ മുറുക്കി പിടിച്ചോളി എന്നുള്ള കരച്ചിലല്ലാതെ വേറൊരു മറുപടിയും വരാൻ ഇല്ല എന്നതാണ് വാസ്തവം.